വളരെ ഞെട്ടലോടുകൂടി വേദനയോടുകൂടി കേട്ട വാർത്തയായിരുന്നു. കണ്ണൂരിൽ പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്തത്. അതിലിപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. 25,000-ഓളം BLOമാർ ഇന്ന് ജോലി ബഹിഷ്കരിക്കും. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും കളക്ടറേറ്റുകളിലേക്കും സർവീസ് സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തും. അനീഷ് ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഇപ്പോൾ വരുന്ന പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്തതിന് SIR-മായി ബന്ധമില്ലെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. പ്രാഥമിക റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറി. റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറും. റോഷിപാലും അരുൺ പൂപ്പറമ്പയും ചേരുന്നു. ഒപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി മറ്റിടങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാരും ഒപ്പം ബൂത്ത് ലെവൽ ഓഫീസർമാരും വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർക്കൊപ്പം ചേരും. അവർ നേരിടുന്ന സമ്മർദ്ദം ചെറുതല്ല, അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവർ നേരിടുന്നത് എന്ന് അവർ തന്നെ നമ്മളോട് പറയുന്നു. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്ന് റിപ്പോർട്ടർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മുഖം കാണിക്കാൻ ഭയപ്പെടുന്നുണ്ട്. അവർ സർക്കാർ ജീവനക്കാരാണ്. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്, അരുൺ പൂപ്പറമ്പയും. ആദ്യം റോഷിയിലേക്ക്. റോഷി, ഗുഡ് മോർണിംഗ്. അരുൺ പൂപ്പറമ്പ, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം റോഷിയിലേക്ക് പോയാൽ, റോഷി, ഈ അനീഷിന്റെ മരണത്തിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൈകഴുകുകയാണോ? ഇതിന് SIR-മായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ മറ്റു വേറെ എന്തോ ഒന്നുമായിട്ടാണ് ബന്ധമുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അനീഷ് ഈ ജോലി സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ റോഷി? അരുൺകുമാർ, ഇന്നലെ അനീഷിന്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയത്. അങ്ങനെ പ്രാഥമിക റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ ഇന്നലെ രാത്രി വൈകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൈമാറിയത്. ആ റിപ്പോർട്ടിലാണ് SIR-മായി അനീഷിന്റെ മരണത്തിന് ഒരു ബന്ധവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു ജോലി സമ്മർദ്ദം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് രാവിലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറും. ഇത് പ്രാഥമിക റിപ്പോർട്ടാണ്. പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇനി പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നതിനനുസരിച്ച് അന്തിമ റിപ്പോർട്ട് കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ജില്ലാ കളക്ടർ കൈമാറും. ഏതായാലും ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന വ്യാപക പരാതിയും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമോ എന്നത് കത്തിരുന്ന് കാണേണ്ടി വരും. ദില്ലിയിൽ നിന്നാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പറയുന്നത്. SIR-മായി ഒരു ബന്ധമില്ലെന്നും SIR-ന്റെ ഭാഗമായി ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് മേലും സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന വാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്.